സിനിമയിലെ ഏറ്റവും വലിയ വീട് ആരുടേതാണ്? ഷാരൂഖിന്റെ മന്നത്ത്, അമിതാഭ് ബച്ചന്റെ ജൽസ ഇവയൊന്നുമല്ല. സെയ്ഫ് അലി ഖാന്റെ പട്ടൗടി കൊട്ടാരമാണത്. ഒരിക്കൽ കൈവിട്ടുപോയ പൈതൃക സ്വത്ത് അതുവരെ ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും നൽകിയാണ് സെയ്ഫ് തിരികെ വാങ്ങിയത്. ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് പട്ടൗടി കൊട്ടാരം. 10 ഏക്കറിൽ 150 മുറികളുള്ള കൊട്ടാരത്തിന് ഏകദേശം 800 കോടി മൂല്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. സെയ്ഫിന്റെ മുത്തച്ഛനും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായ നവാബ് ഇഫ്തിഖാർ അലി ഖാൻ പട്ടൗഡിയാണ് കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഭോപ്പാലിലെ ബീഗത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഇഫ്തിഖാർ ഭാര്യയുടെ സ്റ്റാറ്റസിന് ചേരുന്ന രീതിയിലുള്ള വീട് വേണമെന്ന് ആഗ്രഹിച്ചു. കൊളോണിയൽ കാലഘട്ടത്തിലെ മാളികകളുടെ ശൈലിയിലുള്ള കൊട്ടാരമായിരുന്നു ഇഫ്തിഖാറിന്റെ മനസ്സിൽ. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ റോബർട്ട് ടോർ റസലാണ് കൊട്ടാരം രൂപകൽപ്പന ചെയ്തത്. ഇഫ്തിഖാറിന്റെ കാലശേഷം സെയ്ഫിന്റെ പിതാവും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനുമായ മൻസൂർ അലി ഖാൻ പട്ടൗഡിയുടെ കൈകളിലെത്തി കൊട്ടാരം. പക്ഷെ അദ്ദേഹം കൊട്ടാരം നീംറാന ഹോട്ടൽ ഉടമകൾക്ക് 17 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി. 2005 മുതൽ 2014 വരെ നീംറാനയുടെ ആഡംബര ഹോട്ടലായിരുന്നു പട്ടൗടി കൊട്ടാരം. ഇതിനിടെ 2011 സെയ്ഫിന്റെ അച്ഛൻ അന്തരിച്ചു. അപ്പോഴേക്കും സിനിമയിൽ വലിയ താരമായ സെയ്ഫിനോട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പണം തരാൻ തയ്യാറാണെങ്കിൽ കൊട്ടാരം തിരിച്ചു തരാമെന്ന് നീംറാന നേതൃത്വം അറിയിച്ചു. ബാല്യത്തിന്റെ ഓർമ്മകളുള്ള അച്ഛനും മുത്തച്ഛനും അന്തി ഉറങ്ങുന്ന കൊട്ടാരം തിരികെ വാങ്ങാൻ തന്നെയായിരുന്നു സെയ്ഫിന്റെ തീരുമാനം. വൻ തുക നൽകിയാണ് കൊട്ടാരം തിരികെ വാങ്ങിയതെന്ന് പറയുന്നുണ്ടെങ്കിലും എത്ര രൂപ നൽകേണ്ടി വന്നെന്ന് സെയ്ഫ് അലി ഖാൻ വെളിപ്പെടുത്തിയിട്ടില്ല. 2015 കൊട്ടാരം ഏറ്റെടുത്ത സെയ്ഫ് അലി ഖാൻ അകത്തളം നവീകരിച്ചു. നിലവിൽ അമ്മ താമസിക്കുന്ന കൊട്ടാരം സെയ്ഫ് അവധിക്കാല വസതിയായാണ് ഉപയോഗിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിനും വിട്ടു നൽകാറുണ്ട്. അടുത്തിടെ ഇറങ്ങിയ ആനിമൽ, വീർ സറ, മംഗൾ പാണ്ഡെ, ഈറ്റ് പ്രേ ലവ്, ആമസോണിൽ സ്ട്രീം ചെയ്യുന്ന സെയ്ഫിന്റെ താണ്ഡവ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളുടെ ലൊക്കേഷനായിട്ടുണ്ട് പട്ടൗടി കൊട്ടാരം. സെയ്ഫിന്റെ അച്ഛനെയും മുത്തച്ഛനെയും അടക്കം ചെയ്തിരിക്കുന്നതിനാൽ കൊട്ടാരത്തിന്റെ ഏതാനും ഭാഗത്ത് മാത്രമേ ചിത്രീകരണത്തിന് അനുമതിയുള്ളൂ.